ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. കേരളം ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രചരണ കോലാഹലങ്ങളെല്ലാം ഏറെക്കുറെ സമാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്, അല്ലെങ്കിൽ പ്രചാരണത്തിൻ്റെ അജണ്ട തീരുമാനിച്ചത് 10 വർഷമായി ഭരണത്തിൽ തുടരുന്ന LDF തന്നെയാണെന്നതിൽ സംശയമില്ല. അവരായിരുന്നു പ്രചാരണത്തിൻ്റെ അജണ്ട നിശ്ചയിച്ചത്. ആ അജണ്ടയാകട്ടെ എന്തായിരുന്നു? വികസനത്തിന് വേണ്ടി തുടർ ഭരണം. കേരളം ഒരു കാലത്തും കാണാത്ത രീതിയിലുള്ള വികസനത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമാണ് കേരളം നവകേരളമായി മാറിയത്. ഈ വികസന പ്രക്രിയയ്ക്ക് ഒരു തുടർച്ചയുണ്ടാകണമെങ്കിൽ ഇടതുപക്ഷ മുന്നണി LDFന്, പിണറായി നേതൃത്വത്തിലുള്ള സർക്കാരിന് ഒരു അവസരം കൂടി നൽകണം എന്ന രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളായിരുന്നു LDF നടത്തിയത്. പലപ്പോഴും അതിന് പുറകെ ഇഴയേണ്ട അവസ്ഥയിലായിരുന്നു പ്രതിപക്ഷം എന്നതാണ് വസ്തുത. മറിച്ച് അതിനെ മറികടന്നുകൊണ്ട് രാഷ്ട്രീയമായ അജണ്ട മുന്നോട്ട് വയ്ക്കാൻ കുറേ ശ്രമങ്ങളെല്ലാം നടത്തിയെങ്കിലും അതിൽ പ്രതിപക്ഷം എത്രത്തോളം വിജയിച്ചു എന്നത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. വാസ്തവത്തിൽ വികസനത്തിന് വേണ്ടി തുടർ ഭരണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ ഉള്ളടക്കമുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. തികച്ചും അരാഷ്ട്രീയമായ ഒരു മുദ്രാവാക്യമാണിത്. എന്തുകൊണ്ടാണ് നമുക്കിന്ന് പരിശോധിക്കാം. വികസനം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. മനുഷ്യ സമൂഹം ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ നേടിക്കൊണ്ടിരിക്കുന്ന വികസന പ്രക്രിയയുടെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള കാലഘട്ടം പരിശോധിച്ചാൽ വികസനത്തിന് കൃത്യമായ തുടർച്ചയുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് കാണാൻ കഴിയും. ടെക്നോളജി വികസിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ ആയാസരഹിതമായി തീരുന്നു. സ്ത്രീകൾക്ക് അടുക്കളയിലെ ജോലികളിൽ വളരെയധികം സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തങ്ങളുടെ തൊഴിലിന് സഹായിക്കുന്ന രീതിയിൽ ടെക്നോളജി വികസിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് വികസനം എന്നതാണ് വസ്തുത. ഉദാഹരണമായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ വികസനത്തിൻ്റെ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും എന്താണ്? പാലങ്ങളാണ്, റോഡുകളാണ്, കെട്ടിടങ്ങളാണ്. ഇതെല്ലാം സ്വാഭാവികം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുക. കേരളത്തിനേക്കാൾ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ പോലും അവിടുത്തെ നാഷണൽ ഹൈവേകൾ നോക്കുക, അവിടുത്തെ കെട്ടിടങ്ങൾ നോക്കുക, അവിടുത്തെ മറ്റു രീതിയിലുള്ള വികസന പ്രക്രിയകൾ നോക്കുക, തുരങ്കപാതകൾ നോക്കുക. ഇതെല്ലാം സ്വാഭാവികമായി നടക്കുന്ന വികസന പ്രക്രിയകളാണ്. ചിലർ ഭരിക്കുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെന്നല്ലാതെ ആ ഒരു പ്രക്രിയ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. കാരണം മുതലാളിത്ത വ്യവസ്ഥയ്ക്ക്, അതിൻ്റെ വികാസത്തിന് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനം അനിവാര്യമാണ്. മുതലാളിത്ത കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ മുതലാളിത്തത്തിലേക്ക് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വികസന പ്രക്രിയകൾ വന്നേ തീരൂ. ഒരിക്കലും പവർ കട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു 10 വർഷത്തിനുള്ളിൽ. നമുക്കറിയാം, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അവസാന കാലത്ത് സ്ഥാപിക്കപ്പെട്ട പവർ ഗ്രിഡ് വന്നതിന് ശേഷം ഇന്ത്യയിൽ കാര്യമായി എവിടെയും പവറിന് കാര്യമായ കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ സമീപകാലത്ത് സോളാർ പാനലുകൾ കേരളമെങ്ങും നിറയുകയാണ്, ഇന്ത്യ എങ്ങും നിറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പവർ കട്ടിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ്. സർക്കാർ ഓഫീസുകളിൽ പോയി ചെരുപ്പുകൾ തേയുന്നില്ല എന്ന രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് കാണുന്നുണ്ട്. അതും സ്വാഭാവികമല്ലേ? ഓൺലൈൻ വികാസം, ഓൺലൈൻ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നാട് മുന്നോട്ട് പോകുമ്പോൾ ചെരുപ്പ് തേയേണ്ടതായി ആവശ്യമുണ്ടോ? സ്കൂൾ കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നില്ല. തികച്ചും സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. സൂചിപ്പിച്ചു വരുന്നത്, മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് അനുരൂപമായ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇത് നടക്കുന്നത് ഈ 10 വർഷത്തിലാണോ? കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇതെല്ലാം നടന്നിട്ടില്ലേ? അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെയോ EK നായനാരുടെയോ EMS നമ്പൂതിരിപ്പാടിൻ്റെയോ ഇടതുപക്ഷ മന്ത്രിസഭകളുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വികസനങ്ങൾ നടന്നിട്ടില്ലേ? ഐക്യമുന്നണിയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടില്ലേ? പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരായ പലരും ചൂണ്ടിക്കാണിക്കാറുള്ളത് ഏറ്റവും അധികം വികസന പ്രക്രിയ നടന്നിട്ടുള്ളത് C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന UDF ഭരണകാലത്താണെന്നാണ്. അതേക്കുറിച്ച് ഇടതുപക്ഷം സ്വാഭാവികമായും മൗനം പാലിക്കും. CPI ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ടെങ്കിലും കൂടുതൽ അതിൽ ഊന്നാൻ തീർച്ചയായും CPM അനുവദിക്കില്ല, വലിയേട്ടൻ അനുവദിക്കില്ല. നമുക്കറിയാം. സൂചിപ്പിച്ചു വരുന്നത് ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. മറ്റൊരു വൈരുദ്ധ്യം ഇവിടെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പലപ്പോഴും ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾക്ക് എതിരെ നിന്നിട്ടുള്ളത് പോലും LDF ആണ്, നമുക്കറിയാം. ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന വിഴിഞ്ഞത്തെ സൂചിപ്പിച്ചത് എന്തായിരുന്നു? കടൽക്കൊള്ള എന്നായിരുന്നു. കഴിഞ്ഞ സർക്കാർ അതുമായി ബന്ധപ്പെട്ട കരാറുകൾ ഒപ്പുവെച്ചപ്പോൾ കടൽക്കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചത്.
ഗെയിലിനെ ഭൂമിക്കടിയിലെ ബോംബെന്നാണ് വിശേഷിപ്പിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ എതിർത്ത് നമുക്ക് നമ്മുടെ മുൻകാലത്തെ മീഡിയകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കമ്പ്യൂട്ടറിന് ഒരു കാലത്ത് തൊഴിൽ തിന്നുന്ന ബഗൻ എന്ന് പോലും വിശേഷിപ്പിച്ചിട്ടുള്ള കഥയും മറക്കരുത്. സ്മാർട്ട് സിറ്റിയെ വിശേഷിപ്പിച്ചത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്നായിരുന്നു. ആറുവരിപ്പാത മുന്നോട്ട് വെച്ചപ്പോൾ അന്ന് വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? എന്തിനാണ് നടുറോട്ടിലൊരു പൂന്തോട്ടം എന്നായിരുന്നു സാക്ഷാൽ VS അച്യുതാനന്ദൻ പോലും ചോദിച്ചത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, വികസന പ്രക്രിയകളെ പലപ്പോഴും തടയാൻ ശ്രമിച്ചിട്ടുള്ളവർ കൂടിയാണ് ഇപ്പോൾ വികസനമാണ് പ്രധാന അജണ്ട എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചതും തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ടയാക്കി അത് മാറ്റിയതും അതിൻ്റെ തുടർച്ചയ്ക്കായി തങ്ങളുടെ ഭരണത്തിന് ഒരു തുടർച്ച വേണമെന്ന്, ഒരിക്കൽ കൂടി തങ്ങൾക്ക് വോട്ട് വേണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചതും എന്ന വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. വാസ്തവത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണോ? തീർച്ചയായും കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. കേരളത്തിന് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ എന്നത് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായിരുന്നു. അവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലൂടെയായിരുന്നു. അതിലൂടെയായിരുന്നു ഒരു ദേശീയബോധം വളർന്നു വന്നത്. പിന്നീട് സംസ്ഥാനങ്ങൾ രൂപീകൃതമായി, പ്രധാനമായി ഭാഷയെ കേന്ദ്രീകരിച്ച് സംസ്ഥാനങ്ങൾ രൂപീകൃതമായി. ഈ സംസ്ഥാനങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക അവയെല്ലാം വ്യത്യസ്ത രീതിയിൽ വളർന്ന് പന്തലിച്ച, വ്യത്യസ്ത രീതിയിൽ വളർന്ന് വികസിച്ച ദേശീയതകളാണ് എന്നതാണ്. തീർച്ചയായും അവ തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന RJD നേതാവ്, ബീഹാറിൽ നിന്ന് കേരളത്തിൽ വന്ന RJD നേതാവ് തേജസ്വി യാദവ് പറയുകയുണ്ടായി, കേരളം വളരെ മുന്നിലാണ്, ഞങ്ങൾ വളരെ പുറകിലാണെന്നത്. പല കാര്യങ്ങളും പരിശോധിച്ചാൽ അത് ശരിയാകാം. പക്ഷെ നമുക്കറിയാം, ഒരു കാലത്ത് ബീഹാർ ഇന്ത്യൻ ചരിത്രത്തിൽ എത്രയോ മഹത്തായ ഒരു പ്രദേശമായിരുന്നു ബീഹാർ. ബുദ്ധൻ്റെ കഥകൾ നമുക്കറിയാം, അശോകൻ്റെ കഥകൾ അറിയാം. പിന്നീട് നടന്നിട്ടുള്ള സോഷ്യലിസ്റ്റുകളുടെ മുൻകൈയിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം, ജയപ്രകാശ് നാരായണൻ നേതൃത്വം കൊടുത്തത്, മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളുമായി പരിശോധിച്ചാൽ കേരളത്തെക്കാൾ എത്രയോ സാമൂഹ്യമായി മുന്നിലായിരുന്നു ഒരു കാലത്ത് ബീഹാർ. ഇന്നത് കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ടാകാം, യാഥാർത്ഥ്യമാണ്. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് വികസിച്ചിട്ടുള്ളത്. കേരളം പരിശോധിച്ചാൽ നമുക്കറിയാം, കേരളത്തിൻ്റെ വ്യത്യസ്തതയ്ക്ക് കേരളം ഇന്ന് പല രംഗങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളാൽ വ്യത്യസ്തമാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങൾ പലതാണ്. ഒന്ന്, അടിത്തട്ടിൽ നിന്നുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, മിഷണറി പ്രവർത്തനങ്ങൾ, ഇതിനെയെല്ലാം മറികടക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള പ്രവാസം, ഇവയെല്ലാം ചേർന്നാണ് വാസ്തവത്തിൽ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയ്ക്ക് അടിത്തറയിട്ടത്. അതേസമയം ഉൽപ്പാദന മേഖല, കാർഷിക മേഖല, വ്യാവസായിക മേഖലയെല്ലാം പരിശോധിച്ചാൽ നമ്മൾ എത്ര പുറകിലാണ് എന്ന് കാണാം. വാസ്തവത്തിൽ കേരളത്തിൻ്റെ മുന്നേറ്റം 1957 കേരള രൂപീകരണത്തിന് ശേഷം പുറകോട്ട് പോയി എന്ന വസ്തുത കൂടി നാം കാണേണ്ടതുണ്ട്. കേരളത്തിൽ ഒരു കാലത്ത് നേടിയ നവോത്ഥാന മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട മതമൗലികവാദത്തിലേക്കും വർഗീയതയിലേക്കും ജാതീയതയിലേക്കും തിരിച്ചു നടക്കുന്നൊരവസ്ഥയിലേക്ക് പോലും ഇന്ന് കേരളം എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരാരാണ് എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ വോട്ട് ചോദിക്കുന്ന പലരും കുറ്റവാളികളായി നമുക്ക് കാണാൻ കഴിയും. അതേസമയം വികസനത്തിന് രാഷ്ട്രീയമുണ്ട് എന്നതാണ് വസ്തുത. ഈ വികസനത്തിൻ്റെ നേട്ടങ്ങൾ, ഈ വികസനത്തിൽ പങ്കാളികളാകാൻ ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണ് വികസനം. പക്ഷേ ആ വികസനത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നതും നമുക്കറിയാവുന്നതുപോലെ വൻകിട കുത്തകകളും കോർപ്പറേറ്റുകളും തന്നെയാണ്. മറിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് അതിൻ്റെ നേട്ടങ്ങൾ, വികസനത്തിൻ്റെ പങ്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നിരാശയായിരിക്കും ബലം. ഉദാഹരണമായി കേരളത്തിലെ ആദിവാസി ജീവിതം പരിശോധിക്കുക. അട്ടപ്പാടിയിലെ ആദിവാസി ജീവിതം, വയനാട്ടിലെ ആദിവാസി ജീവിതം. ഇപ്പോഴും മധുവിനെ വിശപ്പ് കൊണ്ട് എന്തോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലപ്പെട്ട മധുവിനെ മറക്കാറായിട്ടില്ലല്ലോ. അട്ടപ്പാടിയിൽ ഇപ്പോഴും നവജാത ശിശുക്കൾ മരിച്ചു വീഴുന്നു. കേരള വികസനത്തിൻ്റെ, കൊട്ടിഘോഷിക്കുന്ന വികസനത്തിൻ്റെ എന്ത് പങ്കാണ് ആദിവാസികൾക്ക് ലഭിച്ചിട്ടുള്ളത്? കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടുകിടക്കുന്ന കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വികസനത്തിൻ്റെ എന്ത് പങ്ക് ലഭിച്ചിട്ടുണ്ട്? പരിശോധിച്ച് നോക്കുക. 10-30,000 കോളനികളിൽ ഇപ്പോഴും ജീവിക്കുന്ന, ഉന്നതികളിൽ എന്ന് നാം ഇന്ന് വിളിക്കുന്ന 30,000-ഓളം വരുന്ന കോളനികളിൽ ജീവിക്കുന്ന ദളിത് വിഭാഗങ്ങൾക്ക് ഈ വികസനത്തിൻ്റെ എത്ര പങ്ക് ലഭിച്ചിട്ടുണ്ട്? കേരള വികസനത്തിൻ്റെ അടിത്തറയായി എന്ന് പറയുന്ന പ്രവാസത്തിൽ അവർക്ക് എന്ത് റോളാണുള്ളത്? പ്രവാസത്തിന് തന്നെ അനിവാര്യമായ പ്രാഥമിക മൂലധനം പോലും ഇല്ലാത്ത വിഭാഗങ്ങളാണ് വാസ്തവത്തിൽ ദളിത് വിഭാഗങ്ങൾ. അവർക്ക് സ്വന്തമായി സ്ഥാപനങ്ങളില്ല, എയ്ഡഡ് സ്ഥാപനങ്ങളില്ല. ഇവിടെ നിലനിൽക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സംവരണമില്ലാത്തതിനാൽ അവർക്ക് അവിടെ പ്രവേശനമില്ല. തോട്ടം തൊഴിലാളികളുടെ അവസ്ഥ നോക്കുക.
ഇത്തരത്തിൽ കേരളത്തിലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ ഇപ്പോഴും വികസനത്തിൻ്റെ നേട്ടം ലഭിക്കാതെ, അതിന് പങ്ക് ലഭിക്കാതെ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വികസനത്തിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് വികസനത്തെക്കുറിച്ച് ഘോരഘോരം സംസാരിക്കുന്നത് എന്നതാണ് അതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. കൂടാതെ ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ കൂടുതൽ കൂലിക്കായി കേരളത്തിൽ വരുന്നു, കേരളത്തിൽ അവർക്ക് കൂലി കൂടുതൽ കൊടുക്കുന്നു എന്ന് നമ്മൾ അഹങ്കരിക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവസ്ഥ നാം പരിശോധിച്ച് നോക്കുക. ആശമാരുടെ സമരകാലത്ത് ഇത് കുറേ ചർച്ച ചെയ്തതാണ്. ആശമാർ മാത്രമല്ല, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, നേഴ്സുമാർ, പാചക തൊഴിലാളികൾ, അംഗൻവാടി തൊഴിലാളികൾ, തൊഴിലുറപ്പുകാർ, വമ്പം മാളുകളിലും ടെക്സ്റ്റൈൽസിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ പെട്രോൾ ബങ്കിൽ, പല ഓഫീസുകളിലെയും താൽക്കാലിക ജീവനക്കാർ, റിസപ്ഷനിസ്റ്റുകൾ, ഹരിതകർമ്മക്കാർ തുടങ്ങി എത്രയോ വിഭാഗങ്ങൾ, ഇവരുടെ എണ്ണം ലക്ഷക്കണക്കിനാണ്. ഇവർക്ക് ലഭിക്കുന്ന കൂലി എന്താണ്? പലപ്പോഴും നമ്മൾ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അവരുടെ നാട്ടിൽ ലഭിക്കുന്ന കൂലി പോലും ലഭിക്കാത്തൊരവസ്ഥയാണ് ഈ വിഭാഗങ്ങൾക്കുള്ളത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ അഹങ്കരിക്കുമ്പോൾ, അതാണ് കേരളത്തിൻ്റെ വികസനമെന്ന് അഹങ്കരിക്കുമ്പോൾ, മറുവശത്ത് ലക്ഷക്കണക്കിന് സാമൂഹ്യ വിഭാഗങ്ങൾ അതിൻ്റെ വിഹിതം ലഭിക്കാതെ നിൽക്കുകയാണ്. മെട്രോ പോലുള്ള വികസനം സ്വാഭാവികമായി വരും. എന്നാൽ അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ വികസനത്തിന് കൃത്യമായി രാഷ്ട്രീയ നിലപാട് വേണം. അതാണ് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേസമയം മറുവശത്ത് ഇത്തവണ UDFിലെ പ്രകടന പത്രികയിൽ ഇത്തരം വിഭാഗങ്ങളെ പരിഗണിക്കുന്ന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി വയനാട്ടിലെ ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ കലാലയങ്ങളിലെ ജാതി വിവേചനം തടയുന്നതിന് രോഹിത് വേമുല ആക്ട്, കഴിഞ്ഞില്ല കടലോര മലയോര മേഖലകളിലെ ജോലി ചെയ്യുന്നവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക സംവിധാനം, അങ്കമാടിക്ക് സമാനമായി വൃദ്ധകൾക്ക് വേണ്ടി അമ്മവാടി, അതുപോലെ തന്നെ വനാവകാശ നിയമം, പെസ നിയമം, നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ വിഭാഗങ്ങളുടെ മുന്നോട്ട് വരുന്നതിന് വേണ്ടി കുറേ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാൻ UDFിനായിട്ടുണ്ട്. വാസ്തവത്തിൽ അത് കേരളത്തിലെ UDFിൻ്റെ മിടുക്കാണെന്ന് പറയാൻ കഴിയില്ല. അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ ഖാർഗെയുടെയും നേതൃത്വത്തിൽ വന്നിട്ടുള്ള പുതിയ നേതൃത്വം ഇത്തരത്തിലുള്ള പല പഠനങ്ങളും നടത്തുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല പ്രവർത്തകരും ഇന്ന് അവർക്കൊപ്പമാണ്. അവരെല്ലാം നിരന്തരമായി ചർച്ച ചെയ്യുന്ന, കേരളത്തിലും പല വിഭാഗങ്ങളുമായി ഇവർ നിരന്തരമായി നടത്തിയ ചർച്ചകളുടെ ബലമാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ചില ഈ നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പല പദ്ധതികളും മുന്നോട്ട് വയ്ക്കാൻ UDFിനായിട്ടുള്ളത് എന്നതാണ് വാസ്തവം. പക്ഷേ ഒരു ഘട്ടത്തിൽ അവരും പുറകോട്ട് പോയത് നാം കണ്ടു. സണ്ണി കവിക്കാടിനെ പോലെ, CK ജാനുവിനെ പോലുള്ളവർക്ക് സീറ്റ് കൊടുക്കുക എന്നത് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രഖ്യാപനമാകുമായിരുന്നു. പക്ഷേ അതിൽ നിന്നും അവർ പുറകോട്ട് പോകുന്ന കാഴ്ചയും കണ്ടു. എങ്കിൽ പോലും ഇത്തരം സാമൂഹ്യ വിഭാഗങ്ങളെ തങ്ങളുടെ അജണ്ടയിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരു പോസിറ്റീവ് കാര്യമായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. വാസ്തവത്തിൽ LDFും ആ വഴിക്കാണ് നീങ്ങേണ്ടത്. പക്ഷേ ഒരിക്കലും ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ സ്വത്വബോധത്തെ അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. വർഗരാഷ്ട്രീയത്തിൽ ഊന്നുന്ന, മറ്റെല്ലാ സ്വത്വബോധങ്ങളും പിന്തിരിപ്പിനാണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ, അത് അർഹിക്കുന്ന രീതിയിൽ തിരിച്ചറിയാൻ കഴിയുകയില്ല. അതിൻ്റെ ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ നമ്മളിന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം സ്വാഭാവികമായും ക്ഷേമ പ്രവർത്തനങ്ങളാണ്, ക്ഷേമ പദ്ധതികളാണ്. ഒരുപാട് ക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പാക്കി എന്നതാണ് LDF അവകാശവാദം. ഏറ്റവും പ്രധാനം ക്ഷേമ പെൻഷൻ തന്നെ, തീർച്ചയായും അനിവാര്യം തന്നെയാണത്. വയോധികരുടെ അവകാശമാണ്. പലപ്പോഴും ഔദാര്യം എന്ന രീതിയിലാണ് അത് നടപ്പാക്കപ്പെടുന്നത് എന്നതാണ് ദുരന്തം. ക്ഷേമ പെൻഷൻ നൽകുന്ന അവസരങ്ങളിൽ നമ്മുടെ പത്രങ്ങളിലും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയകളിലും കാണുന്ന പരസ്യങ്ങൾ തന്നെ വിളിച്ചു പറയുന്നത് എന്താണ്? ഇതിന് പുറകിലെ മനോഭാവമാണ്. അത് തങ്ങളുടെ ഔദാര്യമാണ് എന്ന മട്ടിലാണ് വിളിച്ചു പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു നേതാവ് തുറക്കെ വിളിച്ചു പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. ക്ഷേമ പെൻഷൻ വാങ്ങി പോക്കറ്റിലിട്ട് നമുക്ക് വോട്ട് ചെയ്യാതിരിക്കുന്ന നന്ദികേട് കാണിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു പ്രധാന നേതാവ്, ഒരു മുൻമന്ത്രി കേരളത്തിലുണ്ട് എന്നതാണ് തമാശ. ക്ഷേമ പദ്ധതികൾ അനിവാര്യം തന്നെയാണ്, അത് അവരുടെ അവകാശവുമാണ്. ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന 60 ലക്ഷത്തോളം പേർ കേരളത്തിലുണ്ട്. 60 ലക്ഷത്തോളം പേർ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് തന്നെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾക്ക് നേരെയുള്ള ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോഴും നമുക്ക് പറയാനുള്ളത് 3000 രൂപ പോരാ, ചുരുങ്ങിയത് 5000 രൂപയെങ്കിലും വയോധിക പെൻഷൻ നൽകേണ്ടതുണ്ട്. അതേ മറുവശത്ത് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന പെൻഷന് ഒരു പരിധിയും നിശ്ചയിക്കേണ്ടതുണ്ട്.
ഞങ്ങൾ കോവിഡ് സമയത്ത് കിറ്റ് കൊടുത്തില്ലേ, ഞങ്ങൾ പ്രളയ സമയത്ത് സഹായിച്ചില്ലേ തുടങ്ങിയ അവകാശവാദങ്ങൾ LDF പറയുമ്പോൾ വാസ്തവത്തിൽ ഉള്ളിൽ ചിരിക്കാനാണ് നമുക്ക് തോന്നുക. ഇതെല്ലാം ഒരു സർക്കാരിൻ്റെ ജനാധിപത്യ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലാതെ മറ്റെന്താണ്? കോവിഡ് സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം മരണം നടന്ന സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനം കേരളത്തിനാണ് എന്നതും നാം മറക്കാൻ പാടില്ല. പ്രളയത്തിൽ ചെറിയ നാശനഷ്ടങ്ങളൊന്നുമല്ല കേരളത്തിലുണ്ടായിട്ടുള്ളത്. വയനാട് ദുരന്തം പരിശോധിക്കുക. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ജനകീയ സർക്കാരിനാണ്. കേരളീയർ, ലോകത്തെമ്പാടുമുള്ള കേരളീയർ എത്ര കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്? അതിൻ്റെ പകുതി പോലും ഇപ്പോഴും ചെലവഴിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതെല്ലാം തെരഞ്ഞെടുപ്പിൽ മഹത്തായ സംഭവങ്ങളായി അവതരിപ്പിക്കുമ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യമാണ്. ഈ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാരാണ് എന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിത്തറയായ ആശയം തന്നെയാണ് നിഷേധിക്കപ്പെടുന്നത്. മറിച്ച് തങ്ങളുടെ ഔദാര്യം കൈപ്പറ്റാനുള്ള ഒരു വിഭാഗം മാത്രമാണ് ജനങ്ങൾ എന്ന ഫ്യൂഡൽ അല്ലെങ്കിൽ രാജഭരണത്തിലെ ആശയമാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളിലൂടെ പുറത്തു വരുന്നത് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന ഒരു ജനതയായി നാം മാറാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും നാം ഇന്ന് അങ്ങനെ തന്നെയാണ്. ഈ സർക്കാരിന് മുന്നിൽ പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നു. മറുവശത്ത് കേരളം ജനതയുടെ മൊത്തം ആത്മാഭിമാനം കേന്ദ്രത്തിന് മുന്നിൽ നഷ്ടപ്പെടുന്നു. കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരലനക്കാനും ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതും നാം തിരിച്ചറിയുന്നു. കേവലം വാചാടോപങ്ങളല്ലാതെ. ഇടതുമുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വെച്ചിട്ടുള്ള നേറ്റിവിറ്റി കാർഡ് എന്നത് വളരെ പുരോഗമനപരമായ ആശയമാണ്. മലയാളിയുടെ ആത്മാഭിമാനം ഉയർത്തുന്ന ആശയം തന്നെയാണ്. എന്നാൽ അത് നടപ്പാക്കാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത എന്താണ്? ഇന്ന് കേരളത്തിലുടനീളം നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഇരുവശത്തുമായി കാണുന്ന ബോർഡുകൾ പ്രഖ്യാപിക്കുന്നത് എന്താണ്? അതാണ് നാം പരിശോധിക്കേണ്ടത്. LDF അല്ലാതെ മറ്റാര് എന്ന ചോദ്യം. അതിന് മറുപടിയായി നാം കാണുന്നത് ഒരേ ഒരു വ്യക്തിയുടെ ചിത്രം, പിണറായി വിജയൻ്റെ ചിത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ എവിടെയും മറ്റൊരു നേതാവിനെ നാം കാണുന്നില്ല. ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ഒരു പരസ്യത്തിൽ, ചാനലുകളിൽ എവിടെയും മറ്റൊരു നേതാവിനെ നാം കാണുന്നില്ല. ജനാധിപത്യത്തിന് അനുയോജ്യമായ ഒരു പ്രവണതയാണോ ഇത് എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. വാസ്തവത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന അതിൻ്റെ ചെറുപതിപ്പ് തന്നെയാണത്. ഇന്ത്യ എന്നാൽ മോദി എന്ന മുദ്രാവാക്യമാണുള്ള അടുത്ത കാലങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളം എന്നാൽ പിണറായി എന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ പ്രബുദ്ധരെന്ന് അഭിമാനിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു അത്ഭുതവുമില്ല. അവരുടെ സിദ്ധാന്തം തന്നെ പാർട്ടിയിൽ, അവസാനം അത് ഏക വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെന്ന് അറിയപ്പെട്ടിരുന്ന മുഴുവൻ രാഷ്ട്രങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുക? റഷ്യയായാലും ചൈനയായാലും ക്യൂബയായാലും വിയറ്റ്നാം ആയാലും വടക്കൻ കൊറിയ ആയാലും ഏതൊരു രാജ്യം എടുത്താലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അവിടെയൊന്നും തിരഞ്ഞെടുപ്പില്ല, ജനാധിപത്യമില്ല, ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ. ആ പാർട്ടിക്ക് ഒരേ ഒരു നേതാവേ ഉള്ളൂ. മരണം വരെ ഒരേ ഒരു നേതാവ്. സ്റ്റാലിനൊന്നും മറക്കാറായിട്ടില്ല. ഹിറ്റ്ലറാണോ സ്റ്റാലിനാണോ ക്രൂരൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഒരു ചോദ്യമാണത്. ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആശയപരമായി തന്നെ ഒറ്റ വ്യക്തിയിൽ ഒരു പാർട്ടിയിൽ, അവസാനം അതൊരു വ്യക്തിയിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു. തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം എന്നൊരു കൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുകയും അത് നടപ്പാക്കേണ്ടത് മുന്നണി പോരാളിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുകയും ജനാധിപത്യ കേന്ദ്രീകരണം എന്ന തത്വത്തിലൂടെ അതിൻ്റെ സംഘടനാ കേന്ദ്രീകരണം നടക്കുകയും ചെയ്യുമ്പോൾ അവസാനം എത്തുന്ന ദുരന്തം തന്നെയാണ് വാസ്തവത്തിൽ എൻ്റെ ചെറിയ രൂപമാണ് കേരളത്തിൽ കാണുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ആയതിനാലും എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും ആ ജനാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിനാലും ഇന്ത്യയിലെ ഒരു ഭാഗം മാത്രമാണ് കേരളം എന്നതിനാലും വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ ലെവലിലെത്താൻ കഴിയുന്നില്ലെങ്കിലും കഴിയുന്നത്ര രീതിയിൽ അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. ഭരണത്തിലായാലും പാർട്ടിയിലായാലും ഏക വ്യക്തി സർവാധിപത്യമാണ് നടക്കുന്നത്. സമൂഹത്തിൽ അത്രത്തോളം നടക്കുന്നില്ല, പക്ഷെ സമൂഹത്തിലും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നമുക്കറിയാം, ഈ മന്ത്രിസഭ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. സർക്കാരിനെതിരെ പ്രതിഷേധിച്ചവരുടെ തല ഹെൽമെറ്റ് എടുത്ത് തല്ലിപ്പൊളിച്ച കഥകൾ നമ്മൾ കണ്ടതാണ്, സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പറഞ്ഞത് എന്താണ്? രക്ഷാപ്രവർത്തനമെന്നാണ്. ഇതിന് ചൈനയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ തലയ്ക്ക് മീതെ ഉരുണ്ടുപോയത് എന്തായിരുന്നു? ആ ജനാധിപത്യ പോരാട്ടത്തെ എങ്ങനെയാണ് അടിച്ചമർത്തിയത്?
അതിൻ്റെ എല്ലാം ചെറിയ രൂപമാണ് വാസ്തവത്തിൽ കേരളത്തിൽ നടക്കുന്നത്. സംഘടനയ്ക്കകത്ത് പോലും ഒരു പ്രതിഷേധ രൂപമോ ഒരു ബദൽ ശബ്ദമോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വാസ്തവത്തിൽ കേരളത്തിൽ CPM മാറിക്കഴിഞ്ഞിരിക്കും. കഴിഞ്ഞ ദിവസം കൽപ്പറ്റ നാരായണൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരേ ഒരു നേതാവുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ജനാധിപത്യപരമാണ് ഞങ്ങൾക്ക് 4 നേതാക്കന്മാരുണ്ട് എന്ന് പറയുന്നത്. അവർ തമ്മിൽ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതെല്ലാം ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതാണ് വാസ്തവത്തിൽ ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നൊന്നും ഒളിച്ചു വയ്ക്കാനുള്ളതല്ല. അന്തിമ വിധികർത്താക്കൾ ജനങ്ങളാണ്. സുതാര്യതയാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ. ആര് സ്ഥാനാർത്ഥിയായി ആരെ നിശ്ചയിക്കണം എന്നുപോലും ജനങ്ങളോട് ചോദിക്കാവുന്ന, അവരുടെ അഭിപ്രായം പറഞ്ഞ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നൊരവസ്ഥയിലേക്ക് പോലും നാം മാറേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം തുടങ്ങി ജനാധിപത്യത്തിൻ്റെ പുതിയ പുതിയ മൂല്യങ്ങൾ കൂട്ടിച്ചേർക്കുക എന്ന അവസ്ഥയിലേക്ക് ജനാധിപത്യത്തെ കൊണ്ടുവരിക എന്നതാണ് നാം ചെയ്യേണ്ടത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ജനാധിപത്യത്തിൻ്റെ ഒരു തിരിച്ചുപോക്ക്, ജനാധിപത്യത്തിൽ നിന്ന് തിരിച്ചുപോക്ക്, അത് കമ്മ്യൂണിസത്തിലേക്കായാലും ഫ്യൂഡലിസത്തിലേക്കായാലും ബലത്തിലൊന്നു തന്നെയാണ്. ആ ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകരുത്. അത്തരമൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്നാണ് തുടർഭരണം, അത് ഒരിക്കൽ കൂടി വികസനത്തിന് വേണ്ടി തുടർഭരണം എന്ന മുദ്രാവാക്യത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അത് രാഷ്ട്രീയമല്ല, അരാഷ്ട്രീയമാണെന്നും സൂചിപ്പിച്ചത്. നമുക്ക് വേണ്ടത് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാറ്റി നിർത്തപ്പെട്ട വികസനത്തിൻ്റെ വിഹിതം കിട്ടാത്ത വിഭാഗങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നിലപാട്, അവരെ മുന്നിൽ നിർത്തിയുള്ള വികസന നിലപാട്, അതാണ് വാസ്തവത്തിൽ നമുക്ക് വേണ്ടത്. അത്തരമൊരു നിലപാടിൻ്റെ അപര്യാപ്തതയാണ് ഈ LDF മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യത്തിലുള്ളത്. മറ്റൊന്നുകൂടി തീർച്ചയായും പരാമർശിക്കാതെ പോകാനാകില്ല. ഇന്ത്യ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് കേരളം. ഇന്ത്യയിൽ നമുക്കറിയാം, മോദി ഈ ഭരണം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഒരു വിഭാഗത്തെ, മുസ്ലിം ന്യൂനപക്ഷത്തെ ശത്രുക്കളായി ചിത്രീകരിച്ച് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി, RSS പണ്ടേ വിഭാവന ചെയ്ത ഹിന്ദുത്വ രാഷ്ട്രമായി മാറ്റിയെടുക്കാനുള്ള പ്രക്രിയകളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാര്യം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്, അതിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ചെറുപതിപ്പ് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഹിന്ദുത്വ ശക്തികൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നുണ്ട്, ഒരു സീറ്റിനെങ്കിലും ഇത്തവണ ശ്രമിക്കുന്നു. അത് കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കാം, കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എന്നാൽ മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ, മുഖ്യ രാഷ്ട്രീയ മുന്നണിയായ LDF നിന്ന് പോലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഖേദകരമാണ്. നമുക്കറിയാം, മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച്, അതുപോലെ മുസ്ലിം ജനവിഭാഗത്തെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണത്തിൽ വെള്ളാപ്പള്ളി നടേശനൊപ്പവും PC ജോർജിനൊപ്പവും മറ്റും ഇടതുപക്ഷ നേതാക്കളെ കൂടി നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾക്ക് പിന്നിൽ മലപ്പുറത്ത് നിന്നുള്ള തീവ്രവാദികളാണെന്ന പ്രഖ്യാപനമൊക്കെ നാം ഇടതുപക്ഷ നേതാക്കളിൽ നിന്ന് എത്രയോ തവണ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന ചെറിയ സംഘടനയെ മുഖ്യശത്രുവായി ചിത്രീകരിച്ച് അവരുടെ നിയന്ത്രണത്തിലാണ് UDF എന്ന പ്രഖ്യാപനമാണ് LDF നേതാക്കൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പുറകിലും വർഗീയ ശക്തികൾ എന്ന് പറയപ്പെടുന്ന ശക്തികൾ ഉണ്ട് എന്നതാണ് വൈരുദ്ധ്യം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിം ജനവിഭാഗങ്ങളോടുള്ള നിലപാട് വരും ദിവസങ്ങളിൽ രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാകാൻ പോകുന്ന ഈ വിഷയത്തിലെ LDF നിലപാടിനോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ആ നിലപാട് സമകാലിക കാലത്തെ ഒരു രാഷ്ട്രീയ നിലപാടായി കാണാൻ കഴിയില്ല. ഇപ്പോൾ പോലും ലവ് ജിഹാദിനെ കുറിച്ചുള്ള നുണക്കഥകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഷാഫി പറമ്പലിനെതിരായും ഫാത്തിമ തഹ്ലിയയ്ക്കെതിരായുള്ള പ്രചരണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പോലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സംഭാഷണം ചുരുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുന്നയിക്കാൻ ശ്രമിച്ച പ്രധാന പോയിന്റ് മറ്റൊന്നുമല്ല, വികസനം വേണം, അത് വരും. അതിൻ്റെ വേഗതയിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും അത് വരും. വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന നിലപാട് അംഗീകരിക്കാനാകില്ല. വികസനത്തിൽ രാഷ്ട്രീയമുണ്ട്. അത് പുറന്തള്ളപ്പെടുന്ന വികസനത്തിൻ്റെ ചേരികളിലേക്ക് ആട്ടിപ്പയക്കപ്പെടുന്ന വിഭാഗങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാടായിരിക്കണം. അതുപോലെ തന്നെ വികസനത്തെക്കാൾ പ്രധാനമാണ് സമകാലിക അവസ്ഥയിൽ കേരളം നേരിടുന്ന, രാജ്യം നേരിടുന്ന, ലോകം നേരിടുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളോടുള്ള നിലപാട്. ഇതെല്ലാം പൂർണ്ണമായും ജനാധിപത്യപരമായിരിക്കണം. ജനാധിപത്യമാണ് കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം. അത് പരിശോധിക്കപ്പെട്ട എല്ലാ രൂപങ്ങളിലും, എല്ലാ രാഷ്ട്രീയ രൂപങ്ങളിലും, അത് ഫ്യൂഡലിസം ആണെങ്കിലും രാജ്യഭരണമാണെങ്കിലും മതരാഷ്ട്രമാണെങ്കിലും കമ്മ്യൂണിസമാണെങ്കിലും അതിനേക്കാളേറെ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനാവും. അടുത്ത പടി, ജനാധിപത്യത്തിൻ്റെ ഓരോ പടികൾ കയറാനേ നമുക്ക് ആവും. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് എന്നൊക്കെ പറയുമ്പോഴും പല വിഷയങ്ങളിലും അത് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം.
ഈ സാഹചര്യത്തിൽ നമ്മുടെ കടമ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക, മതേതരത്വത്തെ ശക്തിപ്പെടുത്തുക, ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുക, സാമൂഹ്യ നീതിയെ ശക്തിപ്പെടുത്തുക തുടങ്ങിയവ ആയിരിക്കണം. ഈ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന താരതമ്യേന ഭേദപ്പെട്ട മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്നതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യവാദികൾ എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട്.